ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ യാത്ര ആരംഭിക്കുന്നു, അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു, അതിന് വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ BJP-യെ താഴെ ഇറക്കുക, നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അത് വലിയൊരു ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര കൊണ്ട് അതിന് മതിയാകുമോ? പറഞ്ഞതായ തരംതാണ ഒരു രാഷ്ട്രീയ സമീപനമാണ് അസം ഗവൺമെന്റ് സ്വീകരിച്ചതെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഇവിടെ നേരത്തെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമാണ്, അവർക്ക് യാതൊരു ആശങ്കയുമില്ല, അവിടുത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP-ക്കാണ് വൻപിച്ച വിജയം ലഭിച്ചത് എന്നൊക്കെ അദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടെ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ കേവലമായ ഒരു ചോദ്യം എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടും ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ അസാമിലെ ജനങ്ങളെ ഈ തരത്തിൽ പ്രകോപിതരാക്കി ഇത്ര തരത്തിൽ ഹാലിളകാൻ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സാധിക്കുന്നു? അദ്ദേഹം വളരെ ന്യായമായി അല്ലെങ്കിൽ അന്തസ്സായി മാന്യമായി പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവ് ഒരു ജാഥ നടത്തുന്നു, ഒരു സമാധാന ജാഥ നടത്തുന്നു. അദ്ദേഹത്തിന്റെ വാഹനങ്ങളിൽ ഇവിടുത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജാഥ നടത്തിയ പോലെ പുറകിൽ പോകുന്ന വാഹനത്തിൽ വലിയ ദണ്ടോ വലിയ കടാരിയോ പിച്ചാത്തിയോ ഒന്നും ആയിട്ടല്ലല്ലോ അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ നടത്തിയതായിട്ടുള്ള യാത്ര എത്ര മാതൃകാപരമായിരുന്നു. എന്തെങ്കിലും കലാപം ഈ രാജ്യത്തുണ്ടായോ? മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ അദ്ദേഹം നേരത്തെ നടത്തിയ യാത്രയിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായോ? ഇവിടെ ബഹുമാന്യായ ചേക്കുട്ടി സൂചിപ്പിച്ചതുപോലെ ഒരു ആരാധനാലയത്തിൽ പോകാൻ പോലും അനുവദിക്കാതിരിക്കുക, ഒരു പൊതുസ്ഥലത്ത് പ്രവേശിക്കരുതെന്ന് വിലക്ക് കൽപ്പിക്കുക, ഈ തരംതാണ ഒരു ഏർപ്പാടിലേക്ക് ഈ അസാം മുഖ്യമന്ത്രി പോവുക എന്ന് പറയുന്നത് വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് ഇതിന് ധൈര്യം കൊടുക്കുന്നത് ആരാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ വിഷയം. അസാം മുഖ്യമന്ത്രി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു മിടുക്കനാണ് എന്ന് കാണിക്കാൻ നടത്തുന്ന വളരെ നീചമായ ഹീനമായ ശ്രമമായിട്ടാണ് ഇതിനെ പൊതുസമൂഹം വിലയിരുത്തുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. ഇവിടെ രാഹുൽ ഗാന്ധി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല, അദ്ദേഹം ജനമധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സാധാരണ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ, സ്ത്രീകളുമായി ഇടപെടുമ്പോൾ, കർഷകരുമായി ഇടപെടുമ്പോൾ സ്വാഭാവികമായി BJP-ക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും 2014 ശേഷമാണ് ഇന്ത്യ ഒരു സമാധാന ഭൂമിയായത്. അതിനു മുൻപ് മുഴുവൻ അക്രമമായിരുന്നു, ഇവിടെ വലിയ പ്രതിസന്ധിയായിരുന്നു. അദ്ദേഹം കൂട്ടത്തിൽ പഞ്ചാബിനെയും പരാമർശിച്ചു. പഞ്ചാബിൽ ആരാണ് ഇപ്പോൾ ഭരിക്കുന്നത്? അപ്പൊ അതൊക്കെ കാലഘട്ടത്തിന്റെ ആ ഒരു മാറ്റത്തിൽ അല്ലെങ്കിൽ കാലചക്രം തിരിയുമ്പോൾ കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന ആളുകൾ സ്വാഭാവികമായി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ബഹുമാന്യനായ LK അദ്വാനി നടത്തിയ രഥയാത്ര നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്ത് പ്രതിസന്ധിയാണ് ഉണ്ടായത്? അവിടെയും ഇവിടെയും ഒക്കെ രാഷ്ട്രീയമായ ചില പ്രതിസന്ധികൾ വാക്കാലോ പ്രചാരത്തിലോ ഉണ്ടായി എന്ന് വന്നേക്കാം. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയാണ്, ജനാധിപത്യത്തിന്റെ ഒരു ഗുണമാണ്. മറ്റൊന്ന്, ഇവിടുത്തെ BJP-യുടെ പ്രതിനിധി സൂചിപ്പിച്ചത് എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് വരുത്തിയത്. ഞാൻ ആവർത്തിക്കുന്നില്ല, 148 MP-മാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒരുമാതിരി ഉഴുന്നുവട ഉണ്ടാക്കുന്ന വേഗത്തിലല്ലേ നിങ്ങൾ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടുപോയത്, നിങ്ങൾ ചട്ടങ്ങൾ പാസ്സാക്കിക്കൊണ്ടുപോയത്? നിങ്ങൾ ഒരു ചർച്ച നടത്താനുള്ള സാമാന്യ മര്യാദ ജനാധിപത്യ സമ്പ്രദായത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിന് നിങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ഞങ്ങളിവിടെ 9.25 വർഷമായി ഇന്ത്യ മുഴുവൻ സമാധാനമാണ്, ഇന്ത്യ കുതിച്ചുയരുകയാണ്. 194 രാജ്യങ്ങളോ അദ്ദേഹം ഇതിനോടകം സന്ദർശിച്ചു. ഇപ്പോൾ അദ്ദേഹം ആധ്യാത്മിക രംഗത്തേക്ക് പ്രധാനമന്ത്രി പോവുകയാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ശ്രീമാൻ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രധാനമന്ത്രിയല്ല, മറിച്ച് 142 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് എന്ന് അദ്ദേഹം ഓർക്കുന്നത് വളരെ നല്ലത്. ഇവിടെ സംഖ്യാപരമായിട്ടുള്ള ബലം കൊണ്ട് ഒരുതരം ഭരണകൂട ഭീകരത സൃഷ്ടിച്ചിട്ട് എതിരഭിപ്രായം പറയുന്നവരെ എല്ലാം അടിച്ചമർത്തി അഭിപ്രായം പറയുന്ന ജനപ്രതിനിധികളെ പോലും ഈ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടു പോകുന്ന ഭരണത്തെ ഏകാധിപത്യ ഭരണം എന്നല്ലാതെ മറ്റൊരു വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നന്നായിട്ടറിയാം. ഇതാണത്ര വലിയ നേട്ടം. നമുക്കറിയാമല്ലോ കർഷക സമരങ്ങളോട് നടത്തിയതായിട്ടുള്ള സമീപനം. ഇപ്പോഴെന്താണ് കർഷകരുടെ അവസ്ഥ?
ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? ഇവിടെ ചില മുഖം മിനുക്കി, ചില അഭ്യാസങ്ങൾ കാണിച്ച്, ചില കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് നടത്തി ഇന്ത്യ ഇതാ വിളങ്ങുന്നു, തിളങ്ങുന്നു, മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് യാതൊരു അർത്ഥവും ഇല്ലാത്തതായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തൊരു അപഹാസ്യമായിരുന്നു ഇവിടെ G20 സമ്മേളനം നടത്തിയപ്പോൾ ഇവിടെ നടത്തിയ ഒരുക്കങ്ങൾ. ഡൽഹിയിലെയും ബോംബെയിലെയും തെരുവുകൾ ഉറങ്ങുന്നതായിട്ടുള്ള ആളുകളെ വരുന്ന വിശിഷ്ടാതിഥികൾ കാണാതിരിക്കാൻ മറ കെട്ടി മറച്ചുകൊണ്ട്, കർട്ടൻ കെട്ടി മറച്ചുകൊണ്ട്, വല കെട്ടി മറച്ചുകൊണ്ട് ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആളുകളെ വീമ്പിളക്കി കാണിച്ചതായിട്ടുള്ള അപഹാസ്യമായ നിലപാട്. ഗ്രാമങ്ങളിലേക്ക് പോകുക. മഹാത്മാഗാന്ധി പറഞ്ഞ എന്താണ്? ഇന്ത്യയെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോവുക. അതാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥത സ്വാഭാവികമാണ്. ബഹുമാന്യായ ചേക്കുട്ടി സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുമ്പോൾ സ്വാഭാവികമായി അസ്വസ്ഥത ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുന്നു എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു ഹാലിളക്കമാണ് അസാമിലെ മുഖ്യമന്ത്രി കാണിച്ചതെന്ന് ഓർക്കണം. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്ന പിണറായി വിജയന്റെ പുറകെ പോയ ആളുകൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കുറുവടിയുമായി ഇവിടെ ആരും പോകുന്നില്ലല്ലോ, അവിടെ ചെടിച്ചട്ടി എടുത്ത് അടിക്കുന്നില്ലല്ലോ, ഹെൽമെറ്റ് എടുത്ത് അടിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ തരത്തിലുള്ള ഒരു സംസ്കാരമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും കാട്ടിയിട്ടുള്ളത്. ചരിത്രം വായിക്കുന്നവർക്കറിയാം. അപ്പൊ അത്തരത്തിൽ സമീകരിക്കാൻ ശ്രമിക്കരുത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കരിങ്കൊടി കാണിച്ചപ്പോൾ ചെടിച്ചട്ടിയോട് അടി കൊണ്ടു. ഞങ്ങൾ ആരും അത് ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്നില്ല, ഞങ്ങൾ ഹെൽമെറ്റ് കൊണ്ട് അടിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന വീമ്പിളക്കൽ വളരെ വില കുറഞ്ഞതാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾക്ക് അടിക്കേണ്ടി വരില്ല. കാരണം അദ്ദേഹത്തിന്റെ കാറിന്റെ പിന്നാലെ പോകുന്ന വാഹനങ്ങളിൽ ആരും ഇതുപോലെ ഗൺമാന്മാർ വലിയ ദണ്ഡുമായി പോകുന്നില്ല. ശാന്തി യാത്ര, സമാധാന യാത്രയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അസ്വസ്ഥത മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന സാധാരണ ജനങ്ങളുടെ പിന്തുണയും ആശീർവാദവും കണ്ടപ്പോൾ അസാം മുഖ്യമന്ത്രിക്ക് ഹാലിളകി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നതായ ഒരു വാർത്ത, ഗോഹട്ടി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യാനായി അവിടുത്തെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഏതോ ഒരു പരാമർശം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ഉടനടി മുഖ്യമന്ത്രി വൈസ് ചാൻസലറോട് പറഞ്ഞിരിക്കുന്നു, ആ പ്രൊഫസറെ ഉടനടി സസ്പെൻഡ് ചെയ്യുക, അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുക. ഇവിടെ നിങ്ങളാണോ ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്? നിങ്ങളാണോ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാദവരാത വാഗ്ധോരണി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞാൽ അതിനകത്തെ പൊള്ളയായിട്ടുള്ള മാനസിക അവസ്ഥ തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളതായ സംസ്കാരജിത്തരായ ധിഷണാശാലികളായിട്ടുള്ള കുറെ ആളുകൾ ഈ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അധികാരത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ച്, ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട്, മൃഗീയമായി പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് എന്ന് അഹങ്കരിച്ചുകൊണ്ട് എതിർത്ത് നിൽക്കുന്ന ആളുകളുടെ ശബ്ദം നിങ്ങൾ ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ശബ്ദമുണ്ടാക്കുന്നവരെ, അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമല്ല ഇന്ത്യ മഹാരാജ്യത്തുള്ള സമൂഹം എന്നുള്ള തിരിച്ചറിവുണ്ടായെങ്കിൽ നിങ്ങൾ കുറെ കൂടെ മാന്യമായി പെരുമാറും. അദ്ദേഹത്തിന്റെ യാത്ര പോകട്ടെ. അദ്ദേഹം ഇന്ത്യയിലെ ഒരു പൗരനല്ലേ? അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. നിങ്ങളിപ്പോൾ ലോകം മുഴുവൻ ക്ഷേത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോകുന്നെങ്കിൽ നിങ്ങൾ എന്തിനു തടയണം? അദ്ദേഹം ഒരു പൊതുസ്ഥലത്ത് പോകുന്നെങ്കിൽ എന്തിനു തടയണം? അദ്ദേഹം കലാപാഹ്വാനം ഒന്നുമല്ലല്ലോ നടത്തുന്നത്. കലാപാഹ്വാനം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. നിങ്ങൾ ന്യായമായി കേസെടുക്കണം, ന്യായമായ നടപടികളിലേക്ക് പോകണം. അതിനവിടെ പ്രവേശിക്കാൻ പാടില്ല, അവിടെ സമാധാനം തകർക്കും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ദീർഘമായ വ്രതമെടുത്തുകൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു ആരാധനാലയത്തിൽ ഏതാണ്ട് ഒരു കാർമ്മികന്റെ റോളിൽ പ്രവർത്തിച്ചതൊക്കെ നമ്മൾ ധാരാളം കണ്ടല്ലോ. എന്തേ അദ്ദേഹത്തിന് അല്പം ഉപവാസം എടുത്തുകൊണ്ട് ഈ പറയുന്ന മണിപ്പൂരിൽ പോയി 2 ദിവസം ഇരിക്കാൻ കഴിയാതിരിക്കുന്നത്? അദ്ദേഹത്തിന് സുരക്ഷയുണ്ടല്ലോ. അദ്ദേഹം എന്തുകൊണ്ട് ഉപവാസം അനുഷ്ഠിച്ച് ആ ഒരു പശ്ചാത്താപത്തോടെയെങ്കിലും ഈ പറയുന്ന മണിപ്പൂർ സംസ്ഥാനത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 12 മണിക്കൂറോ 24 മണിക്കൂറോ അവിടെ പോയി ഇരിക്കാൻ കഴിയാതെ പോകുന്നത്? അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു ഭരണകൂട സംവിധാനം വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഭൂരിപക്ഷം, ഞങ്ങൾ ഇനിയും 400 സീറ്റിൽ വിജയിക്കാൻ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ഏകാധിപത്യത്തിന്റെ ശൈലിയാണ്, ജനാധിപത്യത്തിന്റെ അടിവേരിളക്കുന്ന ശൈലിയാണ്
നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും മുൻപ് രണ്ട് അംഗങ്ങളുമായി പാർലമെന്റിലേക്ക് പോയ ഒരു സ്ഥിതി ആവർത്തിക്കും എന്ന് പോലും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ അങ്ങനെ നിങ്ങൾ വിലക്കെടുക്കാൻ ശ്രമിക്കരുത്. വികാരം കൊണ്ട് മതവികാരം ഇളക്കി നിങ്ങൾ ജനങ്ങളെ കയ്യിലെടുക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഗ്രാമങ്ങളിലുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഓരോ വർഷവും 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. എവിടെ പോയി തൊഴിൽ? എത്രയോ യുവാക്കൾ തൊഴിലില്ലാതെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ അഴലുകയാണ്. കേരളത്തിലെ ഒരു ചിത്രം മാത്രം ഞാൻ പറയട്ടെ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 27.8 ലക്ഷം ആളുകൾ, ഉന്നത ബിരുദധാരികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, MBAക്കാർ തൊഴിലില്ലാതെ തൊഴിലിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.